السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ അള്ളാഹുവിൻ്റെ ദീനിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു വിജ്ഞാനമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠനം ആരംഭിക്കുന്നത്. അഥവാ നമ്മുടെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, ഏറ്റവും നല്ല നാമങ്ങൾ, അതിൻ്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളത് മഹാനായ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വ സിഫാതിഹി വ അഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല. ആരെങ്കിലും അള്ളാഹുവിനെ അവൻ്റെ നാമങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിലൂടെ പഠിച്ചു മനസ്സിലാക്കിയാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, അഹബ്ബഹു ലാ മഹാല, അവൻ അള്ളാഹുവിനെ സ്നേഹിക്കും, അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. അതിൽ യാതൊരു സംശയവും ഇല്ല. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്, നമ്മൾ പഠിക്കുന്നത്, ഒരിക്കലും അള്ളാഹുവിനെ നമ്മൾ ദുനിയാവിൽ നേരിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ രൂപം, ഇതൊന്നും നമുക്കറിയില്ല. അതല്ലെങ്കിൽ അള്ളാഹുവിനെ തിരിച്ചറിയാൻ അള്ളാഹുവിനെ പോലെയുള്ള മറ്റു വല്ലതും, അങ്ങനെ ഒരു സാദൃശ്യം അള്ളാഹുവിന് ഒരിക്കലുമില്ല. അള്ളാഹുവിനെ പോലത്തെ, അള്ളാഹുവിന് സാദൃശ്യമുള്ള അങ്ങനെ ഒരു വസ്തുവും, ഒരു സൃഷ്ടിയുമില്ല. അള്ളാഹു പറഞ്ഞില്ലേ, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയാനുള്ള ഏക സ്രോതസ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് അറിയുക, പഠിക്കുക എന്നത് മാത്രമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല നാമങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് അറിവിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള അറിവാണ്. അതാണ് അൽ ഫിഖ്ഹുൽ അക്ബർ, ഏറ്റവും വലിയ അറിവ്, ഏറ്റവും വലിയ അവഗാഹം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ, അവന് ദീനിൽ അവഗാഹം നൽകും.
ഈ ഹദീസിൽ ആദ്യമായി വരിക അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന കാര്യമാണ്. ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അയാൾക്ക് റബ്ബിനെ കുറിച്ചുള്ള അറിവ് നൽകും. അതാണ് അറിവിൽ വെച്ച് ഏറ്റവും വലിയ അറിവ്. കാരണം ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളത് അറിഞ്ഞതുകൊണ്ട് അയാൾക്ക് പ്രയോജനമുള്ളൂ. ഒരാൾ എല്ലാം പഠിച്ചു, പക്ഷേ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് അയാൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ആരാണ്? അറിവില്ലാത്ത ആളാണ്. അയാൾ അജ്ഞതയുമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിജ്ഞാനം എന്നത് ഇസ്ലാം ദീനിന്റെ അടിത്തറയാണ്. നമുക്കറിയാം, ഏതൊരു കാര്യത്തിലും അതിൻ്റെ അടിത്തറ ശക്തിപ്പെടുന്നതിനനുസരിച്ചാണ് ആ കാര്യം ശക്തിപ്പെടുക. അള്ളാഹുവിൻ്റെ ദീനിന്റെ അടിത്തറ എന്നത് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തത് അൽ ഈമാനു ബില്ലാഹ് എന്ന കാര്യമാണ്. എന്താണ് അൽ ഈമാനു ബില്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്ന കാര്യം. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അഥവാ അവനാണ് റബ്ബ്, സൃഷ്ടിപ്പും നിയന്ത്രണവും അധികാരവും ഒക്കെ അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അഥവാ ഇലാഹ്, ആരാധനക്ക് അർഹതയുള്ളവൻ അവൻ മാത്രമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ, ഈ പറഞ്ഞതാണ് അൽ ഈമാനു ബില്ലാഹ് എന്നതുകൊണ്ട് ചുരുക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വിശാലമായി നമ്മൾ കേട്ടതാണ്, പഠിച്ചതാണ്. ഇത് സഹോദരങ്ങളെ അടിത്തറയാണ് അൽ ഈമാനു ബില്ലാഹ്. അതുകൊണ്ട് തന്നെ ആ അൽ ഈമാനു ബില്ലയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ. അള്ളാഹുവിൻ്റെ ദീൻ അത് നിലനിൽക്കുന്നത് പ്രധാനമായും രണ്ട് അടിത്തറകൾക്ക് മുകളിലാണ്. അഥവാ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ സ്വീകാര്യത രണ്ട് കാര്യങ്ങൾക്കനുസരിച്ചാണ്. ഒന്ന്, ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് എത്ര കണ്ട് പഠിച്ചു മനസ്സിലാക്കുന്നുവോ, അവൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്നുവോ, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുന്നുവോ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കുറിച്ച് പഠിക്കുന്നുവോ, അതിനനുസരിച്ച് ഒരാളുടെ ഈമാൻ അത് ശരിയാകും, ഒരാളുടെ തൗഹീദ് ശരിയാകും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ്. അള്ളാഹു അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി പിൻപറ്റുകയും അനുസരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും അവിടുന്ന് വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുകയും അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുക. ഇത് ഈ ദീനിന്റെ രണ്ട് പ്രധാനപ്പെട്ട അടിത്തറയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെത്ര കണ്ട് ഒരാൾ ശരിയാക്കുന്നുവോ അത്ര കണ്ട് അയാളുടെ കർമ്മങ്ങൾ ശരിയാകും. അയാളുടെ ഈ ദീനിന്റെ അടിത്തറ അതിന് ശക്തി ഉണ്ടാകും. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ പടച്ചത്, അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തേത് അറിയലാണ്, പഠിക്കലാണ്. അള്ളാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമ. അള്ളാഹു അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ 7 ആകാശങ്ങളും സമാനമായ 7 ഭൂമികളും സൃഷ്ടിച്ചവനാകുന്നു. എന്നിട്ട് അതിനിടയിൽ അവൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, അവൻ കാര്യങ്ങൾ ഇറക്കുന്നു. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ സൃഷ്ടിക്കുകയും
അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് ഇറക്കുകയുമൊക്കെ ചെയ്തത് ലിതഅലമു, നിങ്ങൾ അറിയുവാൻ വേണ്ടിയാണ്, നിങ്ങൾ പഠിക്കുവാൻ വേണ്ടിയാണ്. എന്താണ് പഠിക്കേണ്ടത്? അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതോടൊപ്പം വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അള്ളാഹു എല്ലാറ്റിനെയും അവന്റെ അറിവ് കൊണ്ട് ചൂഴ്ന്നിരിക്കുന്നു. അള്ളാഹു ഖദീറാണ്, അള്ളാഹു അലീമാണ്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്. ഇത് പഠിക്കുക അറിവാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അള്ളാഹു പറഞ്ഞു, ഇല്ലാ ലിയഅ്ബുദൂൻ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. രണ്ടാമത്തത് ആദ്യത്തെ ഇൽമ് അമലാക്കലാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യമായി അള്ളാഹു എടുത്തു പറഞ്ഞ രണ്ടു കാര്യങ്ങൾ, ഒന്ന് അറിയലും രണ്ടാമത്തത് പ്രവർത്തിക്കലുമാണ്. ലിതഅലമു, അത് അറിയലാണ്, ഇൽമ് നേടലാണ്. എന്താണ് സഹോദരങ്ങളെ ഇൽമ് നേടൽ? എന്താണ് പഠിക്കേണ്ടത്? ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹു പറഞ്ഞു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ അവൻ നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോഴാണ് രണ്ടാമത്തത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് രണ്ടാമത്തത്. ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്ത് അഥവാ അത് പ്രവർത്തനമാണ്. ആ പ്രവർത്തനം പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുക പഠിക്കുന്നതിലൂടെയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്ത്, അവന്റെ നാമ ഗുണവിശേഷണങ്ങൾ, അത് പഠിക്കുക എന്നത് വലിയ കാര്യമാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു അവന്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതുവരെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവന്റെ നാമഗുണവിശേഷണങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും പറഞ്ഞിരിക്കുന്നു. ഏതിനേക്കാൾ? ഭക്ഷണത്തെക്കാൾ, പാനീയങ്ങളെക്കാൾ, അതുപോലെ വിവാഹ ജീവിതത്തെക്കാൾ, സ്വർഗത്തിലുള്ള ഇത്തരം അനേകം കാര്യങ്ങൾ, പരലോകത്ത് ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ, അതല്ലെങ്കിൽ മറ്റ് ഏത് കാര്യങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ അള്ളാഹു ധാരാളമായി പറഞ്ഞത് അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളും അവന്റെ പ്രവർത്തനങ്ങളുമാണ്. അത് നമ്മെ അറിയിക്കുന്നത് എന്താണ്? ആ അറിവിന്റെ, ആ വിജ്ഞാനത്തിന്റെ പ്രത്യേകതയാണ് അത് അറിയിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ആയത്ത് ഏതാണ്? സൂറത്തുൽ ബഖറയിലെ 255 ആയത്തായ ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി മുഴുവനും എന്താണ്? അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹു എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹൈ അൽ ഖയ്യൂം. അള്ളാഹുവിന്റെ നാമം അള്ളാഹു, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവൻ അൽ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. പിന്നീട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്, ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അവൻ ഉറക്കമോ മയക്കമോ ഇല്ല. ഇങ്ങനെ തുടങ്ങി ആ ആയത്ത് മുഴുവനും അള്ളാഹുവിനെ കുറിച്ചാണ്. ഒരായത്ത് മുഴുവനും റബ്ബിനെ കുറിച്ച്. ഇനി പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. ഏതാണ് അതിന്റെ തുടക്കം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ അർ റഹീം മാലികി യൗമിദ്ദീൻ. തുടക്കം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്.
ആ സൂറത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിലോ ഇതുപോലെയുള്ള വേറൊരു സൂറത്തില്ല. അതിനു മാത്രം ശ്രേഷ്ഠകരമായ ആശയ സമ്പുഷ്ടമായ ഒരു സൂറത്താണത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ധാരാളം അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഖുർആനിലെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താണ് ആ സൂറത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിലെ മൂന്നിലൊന്ന്. എന്താണ് ആ സൂറത്തിലുള്ളത്? അള്ളാഹുവിനെ കുറിച്ചാണ്. ഖുൽ പറയുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു സമദ്, അവനെ സമദാണ്, സ്വയം പര്യാപ്തനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, മറ്റൊരാളുടെ സന്താനമല്ല, അവൻ ജന്മം നൽകപ്പെട്ടവനല്ല, അവനാർക്കും ജന്മം നൽകിയിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ഒരാളും തന്നെയില്ല, യാതൊന്നും തന്നെയില്ല. സഹോദരങ്ങളെ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ അടിസ്ഥാനം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണങ്ങൾ. അള്ളാഹുവിൻ്റെ നാമങ്ങളിലേക്ക്, അൽ അസ്മാഉൽ ഹുസ്ന എന്ന കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ ആമുഖമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ആമുഖമായി, പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ഇൽമ്, അത് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത തുടക്കത്തിൽ പറഞ്ഞു. അതാണ് അഷ്റഫുൽ ഉലൂം, ഏറ്റവും മഹത്തരമായ അറിവാണത്, വിജ്ഞാനമാണത്. നമ്മൾ പഠിക്കുന്ന ഏത് കാര്യമുണ്ടോ, ശർഈയായ വിജ്ഞാനത്തിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു അറിവാണ് അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ നബിമാർ, അവർ വന്നത് പ്രധാനമായും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തത് നബിമാരുടെ ദഅവത്ത്, അതിലൊന്നാമത്തത് അവർ അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ നാമങ്ങളെക്കുറിച്ച്, വിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു. ഏത് പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്കിയാലും ഇത് നമുക്ക് കാണാം. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ഒരുപാട് നബിമാർ വന്ന് പറഞ്ഞ കാര്യമാണത്. എൻ്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്കില്ല തന്നെ. നോക്കൂ, പഴയ കാലത്തെ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ നാമം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ക്ഷണിച്ചത്. ഏത് പ്രവാചകൻ വന്നാലും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും അതിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യും. നബിമാരുടെ ദഅവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായിരുന്നു. രണ്ടാമത്തേത്, അള്ളാഹുവിലേക്ക് മേൽപ്പറഞ്ഞ നാമഗുണ വിശേഷണങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ റബ്ബിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, അതിനുള്ള ത്വരീഖത്ത്, അതിനുള്ള മാർഗം നബിമാർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതിൽപ്പെട്ടതാണ് എന്ത്? അള്ളാഹുവിന് ധാരാളമായി ദിക്ർ ചെയ്യലും, അവന് നന്ദി കാണിക്കലും, അവന് മാത്രം ഇബാദത്ത് ചെയ്യലും, അങ്ങനെ അവനോടുള്ള പരിപൂർണമായ സ്നേഹം, അവനുള്ള വിനയം, താഴ്മ, ഇതൊക്കെ നബിമാർ പഠിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് അള്ളാഹുവിലേക്ക് ഒരാളെ എത്തിക്കുന്ന കാര്യങ്ങൾ.
മൂന്നാമത്തെ കാര്യം, നബിമാർ ദഅവത്ത് ചെയ്ത മൂന്നാമത്തെ അടിസ്ഥാനം എന്നത്, ഈ പറഞ്ഞതൊക്കെ ചെയ്താൽ ഒരാൾക്ക് പരലോകത്ത് ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കും. ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നു, ഇബാദത്തുകളുമായി അള്ളാഹുവിലേക്ക് അടുത്തു. ഇതൊക്കെ എന്തിനാണ്? വെറുതെ അങ്ങനെ ദുനിയാവിലൊരു പ്രവർത്തനമാണോ? അല്ല, ഇതിനപ്പുറത്തേക്ക് അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ബഷീറൻ വനദീറ. അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്, മുന്നറിയിപ്പ് നൽകുന്ന ആളാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് പൊതുവെ നബിമാരുടെ ദഅവത്തിൽ ഉണ്ടായിരുന്നത്. നോക്കൂ, മൂന്ന് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത് എന്താണ്? അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ നബിമാർ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് പഠിച്ചാലാണ് ഒരാൾക്ക് അള്ളാഹുവുമായി അടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, അദ്ദേഹമാണ് ഈ വിഷയം വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ പല കിതാബുകളിലും സംസാരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മഹാനായ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് എത്ര കണ്ട് അറിയുന്നുവോ പഠിക്കുന്നുവോ അതിനനുസരിച്ച് അയാൾ അള്ളാഹുവിലേക്ക് അടുക്കും. എത്ര കണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നുവോ അത്ര കണ്ട് അയാൾ അള്ളാഹുവിലേക്ക് അടുക്കും. ഒരാൾക്ക് എത്ര കണ്ട് അള്ളാഹുവുമായി അജ്ഞതയാണോ അതിനനുസരിച്ച് അയാൾ അള്ളാഹുവിൽ നിന്ന് അകലും. സുബ്ഹാനല്ലാഹ്, നോക്കൂ, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത്, അവനുള്ള ഇബാദത്തുകളിലേക്ക് നമ്മൾ അടുക്കുന്നത്, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കുന്നതിലൂടെയാണ്. അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അള്ളാഹു പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നത് അറിവുള്ളവർ, പണ്ഡിതന്മാർ മാത്രമാകുന്നു. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അടിമകളിൽ പണ്ഡിതന്മാർ ഏറ്റവും നന്നായി അള്ളാഹുവിനെ ഭയപ്പെടുന്നത്? അവർ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി പഠിച്ചതുകൊണ്ടാണ്. അൽ ഖൗഫും അൽ ഖശിയത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ഭയം എന്നത് അറബിയിൽ പൊതുവെ അൽ ഖൗഫ് എന്നാണ് പറയുക. അൽ ഖശിയത്ത് എന്നതിന് ഭയം എന്ന് പറയാറുണ്ട്. ഖശിയത്തും ഖൗഫും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭയം എന്ന് തന്നെയാണ്. പക്ഷേ സൂക്ഷ്മമായ അർത്ഥവ്യത്യാസം അതിലുണ്ട്. അൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ കേവല ഭയം മാത്രമാണ്, പേടി എന്ന അർത്ഥത്തിൽ. എന്നാൽ അൽ ഖശിയത്ത് എന്ന് പറഞ്ഞാൽ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഭയപ്പെടുന്നതിനാണ് അൽ ഖശിയത്ത് എന്ന് പറയുക. മഹാനായ അൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിന്റെ അർത്ഥം, ഇന്നമാ യഖ്ഷാഹു ഹഖ്ഖ ഖശിയതിഹി അൽ ഉലമാഉൽ ആരിഫൂന ബിഹി. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട പോലെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുക അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ പണ്ഡിതന്മാർ മാത്രമാണ്. ലിഅന്നഹു, കാരണം, കുല്ലമാ കാനത്തിൽ മഅരിഫതു ലിൽ അദീമിൽ അലീമിൽ മൗസൂഫ് ബിസിഫാത്തിൽ കമാലിൽ മൻഊതി ബിൽ അസ്മാഇൽ ഹുസ്ന, കുല്ലമാ കാനത്തിൽ മഅരിഫതു ബിഹി അതം വൽ ഇൽമു ബിഹി അക്മൽ കാനത്തിൽ ഖശിയതു ലഹു അഅ്ളമ വ അക്സർ. മനോഹരമായ വാക്കാണത്. അദ്ദേഹം പറയുകയാണ്, കാരണം അതിമഹത്വമുള്ളവനായ, എല്ലാം അറിയുന്നവനായ, പരിപൂർണമായ വിശേഷണങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന, ഏറ്റവും നല്ല
അത്യുത്തമമായ നാമങ്ങളുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവർ പഠിച്ചു മനസ്സിലാക്കി. ആര്? പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് പൂർത്തിയാകും, അത് പരിപൂർണമാകും. അതിനനുസരിച്ച് എന്താകും? അവനോടുള്ള ഭയം അത് വർദ്ധിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അള്ളാഹുവിനെ ഭയപ്പെടും എന്ന് പറഞ്ഞത്. കാരണം അവർ അള്ളാഹുവിനെ അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ, ആയത്തുകളിലൂടെ അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞതുപോലെ അത് നന്നായി അറിയുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുക എന്നത് വലിയ കാര്യമാണ്. നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മാവിന് യഥാർത്ഥത്തിൽ എപ്പോഴാണ് ജീവൻ ലഭിക്കുക? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കൊണ്ടല്ലാതെ, അവനുള്ള ഇബാദത്ത് കൊണ്ടല്ലാതെ, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതിലൂടെയല്ലാതെ, അവന്റെ ദിക്റിലൂടെയല്ലാതെ നമ്മുടെ മനസ്സിന് ഒരിക്കലും ജീവൻ വെക്കുകയില്ല. ഒരാൾക്ക് ഇതൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അയാളുടെ മനസ്സ് ചത്തുപോയിരിക്കുന്നു. ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഒരറിവുമില്ല, അവന്റെ നാമങ്ങൾ അറിയില്ല, വിശേഷണങ്ങൾ അറിയില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതം എന്നത്, അവന്റെ മനസ്സ് തീർത്തും ചത്തുപോയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, മറ്റുള്ള ഏത് കാര്യവും അതിന് പകരം വെക്കാൻ വേറെന്തെങ്കിലും ഉണ്ടാകും. പക്ഷെ ഒരാൾക്ക് അള്ളാഹു നഷ്ടപ്പെട്ടു പോയാൽ അതിന് പകരമായി മറ്റൊന്നുമില്ല. ഇതൊക്കെ അറബിയിലുള്ള വാക്കുകളാണ്, അതിൻ്റെ വിവർത്തനം പറഞ്ഞു എന്ന് മാത്രം. പണ്ഡിതന്മാർ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കുകളാണിത്. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല. ഈ പറഞ്ഞ സാഹിത്യ ഭാഷകളൊക്കെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതാണ്. അതിൻ്റെ ചുരുക്കം, ആശയ വിവർത്തനം എന്നത് മാത്രം, നേർക്കുനേരെ അല്ലെങ്കിലും. മറ്റേത് കാര്യവും സഹോദരങ്ങളെ നമുക്ക് പകരം ലഭിക്കും, ദുനിയാവിൽ ഏത് കാര്യവും. പക്ഷേ ഒരാൾക്ക് അള്ളാഹു നഷ്ടപ്പെട്ടാൽ, ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവില്ല, അവൻ ആരാണെന്നറിയില്ല, അവനെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല എങ്കിൽ മറ്റൊന്നും അതിന് പകരമാവുകയില്ല. ഇത് നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട വാക്കുകളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ധാരാളം ആളുകളുടെ അവസ്ഥ, അവർ അവരുടെ ആയുസ് തീർത്തു കളയും, അവരുടെ സമയങ്ങൾ അവർ ചിലവഴിച്ച് തീർക്കും. യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയം ഏറ്റവും നല്ല പരിമളം കൊണ്ട് സുഗന്ധമുണ്ടാക്കാൻ സാധിക്കാതെ അവരുടെ ഹൃദയങ്ങൾ മറക്കപ്പെട്ടിരിക്കുന്നു. അവർ ദുനിയാവിന് പിന്നാലെ കൂടിയിരിക്കുന്നു. അതുമൂലം അവർക്ക് ഏറ്റവും ദുനിയാവിലെ വിശിഷ്ടമായ രുചി അത് നുകരാൻ സാധിക്കാതെ പോയിരിക്കുന്നു. മറിച്ച് അദ്ദേഹം പറയുകയാണ്, ബൽ ആശ ഫീഹാ ഐശുൽ ബഹായിം, ദുനിയാവിലെ ഏറ്റവും മധുരമുള്ള, ഏറ്റവും ആസ്വാദകരമായ കാര്യം അത് നുകരാൻ സാധിക്കാതെ അവരുടെ ആയുസ് തൊലച്ചു കളഞ്ഞിരിക്കുന്നു, അവരുടെ സമയങ്ങൾ അവർ പാഴാക്കി കളഞ്ഞിരിക്കുന്നു. എന്നിട്ടോ അവർ കന്നുകാലികളെ പോലെ ജീവിക്കുകയാണ് ഉണ്ടായത്. അവസാനം ആയുസ് തീർന്നു കഴിഞ്ഞാൽ പാപ്പരായിക്കൊണ്ട് അങ്ങേയറ്റത്തെ ഖേദത്തോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ അവരങ്ങനെ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകും. എന്താണ് സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞ ഈ മനോഹരമായ കാര്യം? എന്താണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും രുചികരമായ, ആസ്വാദകരമായ കാര്യം? മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, മസാകീനു അഹ്ലി ദുനിയാ ഖറജു മിൻഹാ വമാ ദാഖു അത്യബ മാ ഫീഹാ. ദുനിയാവിലെ സാധുക്കളായ ചില ആളുകൾ, അവർ ദുനിയാവിൽ നിന്നും പിരിഞ്ഞുപോയി, മരിച്ചുപോയി.
പക്ഷെ ദുനിയാവിലെ ഏറ്റവും രുചികരമായ ആസ്വാദകരമായ ആ കാര്യം അത് നുകരാൻ അവർക്ക് സാധിച്ചില്ല. ചോദിക്കപ്പെട്ടു, വമാ അത്യബു മാ ഫീഹ, എന്താണ് ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായ മധുരമുള്ള കാര്യം? അവർ പറഞ്ഞു, മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. വമഹബ്ബതുഹു, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. വൽ ഉനുസു ബിഖുർബിഹി, അള്ളാഹുവിനോടുള്ള സാമീപ്യം കൊണ്ട് അവന്റെ മനസ്സിന് ലഭിക്കുന്ന കൂട്ട് അതവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വശൗഖു ഇലാ ലിഖാഇഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അതിയായ ആഗ്രഹം ദുനിയാവിൽ കാണുകയില്ല. പരലോകത്ത് അള്ളാഹുവിനെ കാണും, ആ കണ്ടുമുട്ടാനുള്ള അതിയായ ആഗ്രഹം, ഇതൊക്കെയാണ് ദുനിയാവിലെ ഏറ്റവും മധുരമുള്ള വിശിഷ്ടമായ കാര്യങ്ങൾ. ഇതൊന്നും നുകരാതെയാണ് അധികം ആളുകളും ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോവുക. സഹോദരങ്ങളെ നോക്കൂ, ഏറ്റവും വിശിഷ്ടമായ കാര്യം അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്. അതറിഞ്ഞാലേ അള്ളാഹുവിനോട് നമുക്ക് മഹബത്ത് ഉണ്ടാവുകയുള്ളൂ, ഇഷ്ടമുണ്ടാവുകയുള്ളൂ, സ്നേഹമുണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് അവനിലേക്ക് അടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഏത് സമയത്തും അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബ് എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും എൻ്റെ കൂടെയുണ്ട്, എന്നെ സഹായിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ, എനിക്ക് കാവൽ നൽകാൻ. അതുപോലെ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ദുനിയാവ് കഴിഞ്ഞ് പരലോകത്തേക്ക് എത്തുമ്പോൾ ഞാൻ ഏതൊരു റബ്ബിനാണോ സുജൂദ് ചെയ്തത്, ഏതൊരു റബ്ബിനെയാണോ ഒരു നോക്കുപോലും കാണാതെ ഭയപ്പെട്ടത്, ഏതൊരു റബ്ബിന് വേണ്ടിയാണോ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചത്, ആ റബ്ബിനെ കാണാനുള്ള അതിയായ ആഗ്രഹം, ഇതാണ് ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായ കാര്യം. ബാക്കി എന്ത് നമുക്ക് ദുനിയാവിൽ കിട്ടിയാലും പ്രിയമുള്ളവരെ ഇതിനോളം വരികയില്ല. കാരണം എന്താണ്? ദുനിയാവിലെ എല്ലാ കാര്യത്തിനും ഒരു കല്ലുകടി ഉണ്ടാവും. ദുനിയാവിൽ ഒരാൾക്ക് ഏറ്റവും മുന്തിയത് എല്ലാ കാര്യവും കിട്ടിയെന്ന് വിചാരിക്കാം, അതിലൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും. നമ്മൾ ഏതെടുത്ത് നോക്കിക്കോളൂ. ഒരാൾക്ക് ഇട്ടുമൂടാൻ മാത്രമുള്ള വലിയ പർവ്വത സമാനമായ സ്വർണത്തിൻ്റെ താഴ്വര തന്നെ ലഭിച്ചു എന്ന് വിചാരിക്കുക, അതിൽ അയാൾക്കൊരു കല്ലുകടി ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് അത് ആരെങ്കിലും കട്ടുണ്ടോ എന്നുള്ളൊരു പേടിയെങ്കിലും ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ഉണ്ടാവും. ഒരാൾക്ക് വലിയ ബംഗ്ലാവ് കിട്ടിയെന്ന് വിചാരിക്കുക, ദുനിയാവിൽ ഏറ്റവും വലിയ ബംഗ്ലാവിലാണ് ഒരാൾ താമസം എന്ന് വിചാരിക്കുക, അതിലൊരു പ്രയാസം ഉണ്ടാവും, ഓടിയെത്താൻ പറ്റില്ല. ഒരാൾക്ക് ദുനിയാവിലെ ഏതും വാഹനമാവട്ടെ, ഏറ്റവും നല്ല ഭാര്യയാവട്ടെ, ഒരുപാട് സന്താനങ്ങളാവട്ടെ, ഏറ്റവും നല്ല എല്ലാം ഏതെടുത്തും അതിലൊക്കെ ഒരാൾക്ക് കല്ലുകടി ഉണ്ടാവും. ഒരാൾക്കും ദുനിയാവിൽ പരിപൂർണത ലഭിക്കുകയില്ല. അതൊന്നും ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമായ കാര്യവുമല്ല. കാരണം അള്ളാഹു ദുനിയാവ് അവന് ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. പക്ഷെ ഈ പറഞ്ഞ കാര്യം, ഈമാൻ എന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്നത്, പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ നൽകുകയില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ നൽകുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളുമായി ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്നത് വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഒരാൾ അവൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങുകയാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ അവൻ ഏറ്റവും വിശിഷ്ടമായ ജീവിതം നയിക്കും. സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ധാരാളം 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 പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസാരങ്ങൾ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ, അൽ അസ്മാഉൽ ഹുസ്ന, അത് പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ കൂടി പറഞ്ഞ് ചില കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് നമുക്ക് അള്ളാഹുവിൻ്റെ നാമത്തിലേക്ക് കടക്കാം. പണ്ഡിതന്മാർ പറഞ്ഞു, തൊട്ടു മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അഷ്റഫായ, ഏറ്റവും പ്രാധാന്യമുള്ള അറിവാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളത്.
അതുകൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ചില്ലറയല്ല, ഏതാനും ചിലതാണ് സൂചിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം അതാണ്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുന്നതിനേക്കാൾ മുന്തിയ, ശ്രേഷ്ഠകരമായ, അതിനേക്കാൾ പദവിയുള്ള മറ്റൊരു വിജ്ഞാനവുമില്ല. അള്ളാഹു അവൻ്റെ കിതാബിൽ പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ പഠിപ്പിച്ചതുപോലെ, ഒരാൾ ഈ കാര്യം പഠിച്ചെടുക്കുക എന്നതിനേക്കാൾ മനോഹരമായ, മഹത്തരമായ പദവിയുള്ള മറ്റൊരു അറിവും ദീനിലില്ല. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ശ്രേഷ്ഠത എന്നത്, ഒരാൾ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനോടുള്ള ആദരവും, നേരത്തെ പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭയവും, അതല്ലാതെ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും, അള്ളാഹുവിലുള്ള അതിയായ പ്രതീക്ഷയും, തൻ്റെ കർമ്മത്തിൽ, തൻ്റെ കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ ഇഖ്ലാസും ഒക്കെ ഒരാൾക്ക് ലഭിക്കും. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ ഈ പറഞ്ഞ രൂപത്തിലായിരിക്കും. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിച്ചാൽ അള്ളാഹുവിനെ അയാൾ സ്നേഹിക്കും, ഒരു സംശയവും വേണ്ടതില്ല. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ നാമവും പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ആരാണ് നമ്മുടെ റബ്ബ് എന്നത് അവൻ്റെ നാമങ്ങളിലൂടെ പഠിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. അപ്പോഴാണ് അള്ളാഹുവിനെ നമുക്ക് ഏറ്റവും നന്നായി സ്നേഹിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അവർ അള്ളാഹുവിനെ അതികഠിനമായി സ്നേഹിക്കും. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ആ ഒരു കഠിനമായ സ്നേഹം തോന്നിയിട്ടുണ്ടോ? നമ്മൾ പരിശോധിച്ച് നോക്കുക. ഒരുപാട് കാലമായി നമ്മൾ ജീവിക്കുന്നു. എപ്പോഴാണ് എൻ്റെ റബ്ബിനോട് അതികഠിനമായ സ്നേഹം എനിക്ക് തോന്നിയത്? കേവല വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അത്. എൻ്റെ റബ്ബിനോട് എനിക്ക് ഏറ്റവും സ്നേഹമുണ്ട് എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ അത് ജീവിതത്തിൽ നടപ്പിലാക്കാനാണ് പ്രയാസം. അതുകൊണ്ടാണ് അത് അമൂല്യമായ ഒരു കാര്യമായി മാറിയത്. അത് സഹോദരങ്ങളെ നമുക്ക് സാധിക്കുക അള്ളാഹുവിൻ്റെ നാമ വിശേഷണങ്ങൾ പഠിച്ചാലാണ്. ആരാണ് നമ്മുടെ റബ്ബ്? അവൻ്റെ നാമങ്ങൾ ഇന്ന ഇന്ന നാമങ്ങൾ. അള്ളാഹുവിനെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ. ഇങ്ങനെ എനിക്കല്ല ബഹുമാനുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോടുള്ള മഹബത്ത് എന്നത് നമ്മുടെ എല്ലാ ഇഷ്ടവും നമ്മൾ നമ്മുടെ റബ്ബിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റണം. അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം. എനിക്ക് ഇഷ്ടമുള്ള പലതും ഉണ്ടാവും. എനിക്ക് പലതും, എൻ്റെ ദേഹേച്ഛകൾ, എൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള പലതും, എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള പലതും, എൻ്റെ കൂടെയുള്ളവർക്ക് ഇഷ്ടമുള്ള പലതും, അതിനേക്കാളൊക്കെ അതൊക്കെ നീക്കി വെച്ച് റബ്ബിൻ്റെ കൽപ്പന പാലിക്കാൻ, അള്ളാഹുവിന് വഴിപ്പെടാൻ, അവിടെയാണ് നമ്മുടെ സ്നേഹം പ്രകടമാവുക. അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം. അള്ളാഹുവിനെ ആദരിക്കുക, ബഹുമാനിക്കുക, അവനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക്, ആയത്ത് നമ്മൾ കേട്ടു. അള്ളാഹു ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കിടുകിട ഉറക്കണം, നമ്മുടെ ഹൃദയം പേടിച്ചു ഉറക്കണം. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്ന് കിട്ടിയാൽ അത് ശിരസ വഹിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് അള്ളാഹുവിനോടുള്ള തഅലീം. അതുകൊണ്ടാണ് അള്ളാഹു മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. തീർച്ചയായും അവർ, മുഅ്മിനുകൾ, അവർ തങ്ങളുടെ റബ്ബിനോടുള്ള ഭയപ്പാട് കാരണത്താൽ പേടിച്ചു വിറക്കുന്നവരാണ്. ഈമാനുള്ളവർ എന്നൊക്കെ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളും ആ കൂട്ടത്തിലാണ്. പക്ഷേ അതിൻ്റെ പരിപൂർണതയിൽ നമ്മൾ എത്തിയോ എന്നത് ബോധ്യപ്പെടുക സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത്, ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ സാധിച്ചാൽ
അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്കും അവനോടുള്ള ആദരവിലേക്കും ബഹുമാനത്തിലേക്കും ഭയപ്പാടിലേക്കും പ്രതീക്ഷയിലേക്കും ഇഖ്ലാസിലേക്കും ഒക്കെ അതെത്തിക്കും. ആരോരും കാണാനില്ല, റബ്ബ് മാത്രമേ കാണാനുള്ളൂ എന്നൊരാൾ അവന്റെ നാമങ്ങളിലൂടെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ആളുകൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഖാല മആദല്ലാഹ്, അദ്ദേഹം പറഞ്ഞു അല്ലാഹുൽ അഭയം. എപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്? സ്വന്തം നാട്ടിലാണോ? അല്ല. ആളുകൾ കാണുന്ന ഏതെങ്കിലും പരസ്യമായ സ്ഥലത്താണോ? അല്ല. പെണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. നാട്ടിലല്ല, ആളുകൾ കാണുന്ന സ്ഥലത്തല്ല, സ്വകാര്യ സ്ഥലത്താണ്. ആ നാട്ടിലെ സമ്പന്നയും തറവാടിത്തമുള്ളവളും ഒക്കെയാണ് ആ സ്ത്രീ. സൗന്ദര്യമുള്ളവരും എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ത്രീയാണ്. അവരാണ് വിചാരത്തിന് ക്ഷണിക്കുന്നത്. അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. ഖാല, അദ്ദേഹം പറഞ്ഞു മആദല്ലാ, അല്ലാഹുൽ അഭയം. ആ ഒരു ഭയം, ആ ഒരു പേടി സഹോദരങ്ങളെ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ആരോരും കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് കാണും. അവൻ അർ റഖീബ്, നിരീക്ഷിക്കുന്നവനാണ്. അവൻ അൽ അലീം, എല്ലാം അറിയുന്നവനാണ്. അവനെ സമീഅ്, എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു ചോദിച്ചില്ലേ, അലം യഅലം ബി അന്നല്ലാഹ യറാ, അവരറിയുന്നില്ലേ അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ കാണുന്നുണ്ട് എന്ന്? നോക്കൂ, ഈ കാര്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുക അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമാണ്. പഠിച്ചാൽ സഹോദരങ്ങളെ, ഏത് പാതിരാത്രിയിലും ആര് കണ്ടില്ലെങ്കിലും, ഏത് ഹൈസ്പീഡ് ഇന്റർനെറ്റ് കയ്യിൽ കിട്ടിയാലും, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കയ്യിലുണ്ടെങ്കിലും ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഏത് തോന്നിവാസങ്ങളിലേക്ക് ആളുകൾ ക്ഷണിച്ചാലും, ഏത് പഞ്ചാരവാക്കുമായി ആര് വന്നാലും ഇന്നി അഖാഫുല്ലാഹ്. ഉമ്മ കാണുന്നില്ല, വാപ്പ കാണുന്നില്ല, സ്വന്തമായി അക്കൗണ്ട് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നു. ആരും കാണില്ല എന്ന് പറഞ്ഞാലും ഇല്ല. പഴയകാലത്ത് അൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു സംഭവം കാണാം. ഒരാൾ ഒരു അറാബിയത്തായ ഒരു പെണ്ണിനെ മരുഭൂമിയിലേക്ക് വ്യഭിചാരത്തിന് വിളിച്ചു. അപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, ആരെങ്കിലും കാണുകയില്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞു, ആര് കാണാൻ, നക്ഷത്രങ്ങളല്ലാതെ വേറെ ഈ മരുഭൂമിയിൽ, ഈ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ആര് കാണാൻ? ആ സ്ത്രീ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ച അള്ളാഹു ഇല്ലേ, അവൻ കാണുകയില്ലേ? സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, എവിടുന്നാണ് ഈ അറിവ് വന്ന് കിട്ടുന്നത്? എവിടുന്നാണ് ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത്? അള്ളാഹു ആരാണ് എന്ന് പഠിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ആരാണ് എൻ്റെ റബ്ബ്, അവൻ്റെ കഴിവെന്താണ്, ഇത് അറിഞ്ഞാലല്ലാതെ ഇതുപോലെ പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അതിൽ വീണുപോകും. അതാണ് ഇന്ന്, അല്ലെങ്കിൽ എക്കാലത്തും ആളുകൾ വഴിപിഴച്ചു പോകാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞ ഏത് നാമമുണ്ടോ അത് അൽ ഹുസ്ന, ഏറ്റവും നല്ലതാണ്. അതുപോലെ ആ വിശേഷണങ്ങൾ അത്യുന്നതമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നാമങ്ങൾ, അതിൻ്റെ അനന്തരഫലം അവൻ്റെ സൃഷ്ടികളിൽ കാണാനും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അവൻ ഇലാഹാണ്, അവൻ മാത്രമാണ് ഇലാഹ്. അതുകൊണ്ട് അവനെ മാത്രം ആരാധ്യനായി സൃഷ്ടികൾ നിശ്ചയിക്കണം എന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ വിത്ർ, അവൻ ഏകനാണ്. അതുകൊണ്ട് അവനെ ഏകനാക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ജമീൽ, ഭംഗിയുള്ളവനാണ്. സൃഷ്ടികളിൽ ആ ഭംഗി അള്ളാഹു ഇഷ്ടപ്പെടുന്നു.
അല്ലാഹു അലീം, എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് അവൻ ഉലമാക്കളെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു ജവാദ്, ഉദാരനാണ്. അതുകൊണ്ട് ഉദാരതയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹു അൽ ഖവി, ശക്തനാണ്. അതുകൊണ്ട് ശക്തനായ ഒരു മുഅ്മിനിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, ഒരു ദുർബലനായ മുഅ്മിനിനേക്കാൾ. ഹദീസിൽ കാണാം. അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു തവ്വാബുകളെ, ധാരാളമായി അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സിദ്ഖുള്ളവനാണ്. അവന്റെ വാക്കുകൾ, അവന്റെ പ്രവർത്തനങ്ങൾ സത്യസന്ധമാണ്. അതുകൊണ്ട് സത്യസന്ധരായ ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ധാരാളം അള്ളാഹുവിന്റെ നാമങ്ങൾ മുഴുവനും എടുത്തു പറഞ്ഞാലും അവസാനിക്കുകയില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അനന്തരഫലം സൃഷ്ടികളിൽ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് ഈ അറിവ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ശ്രേഷ്ഠതയാണ്. നാലാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്, ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അറിയാൻ, രണ്ടാമത്തത് പ്രവർത്തിക്കാൻ. അതൊരാൾക്ക് സാധിക്കുക എങ്ങനെയാണ്? ഇത് പഠിക്കുന്നതിലൂടെയാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയണം ഒരാൾ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു ഖാഇദ നമുക്ക് കാണാം. തൗഹീദുൽ ഉലൂഹിയത്തിൽ, അഥവാ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന ഒരു കാര്യം, ആ വലിയൊരു അബദ്ധം ഒരാൾക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ ആളുകൾക്ക് സംഭവിച്ചത് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അവർക്ക് വന്ന പിഴവാണ്. മനസ്സിലായോ? അള്ളാഹു അല്ലാത്ത ആളുകൾ ആരാധിക്കുന്നത്, ഉലൂഹിയത്തിലുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് പിഴവ് പറ്റിയത് അവന്റെ റുബൂബിയത്ത് പഠിച്ചു മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആരാണ് റബ്ബ്? എന്താണ് അവന്റെ പ്രവർത്തനങ്ങൾ? ഇതൊരാൾക്ക് ശരിയായ രൂപത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. എന്താണ് കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു? എന്താണ് അള്ളാഹു ഈമാനായി പഠിപ്പിച്ചത് അവർ പഠിച്ചില്ല, അവർ ഉൾക്കൊണ്ടില്ല. അള്ളാഹു ആരാണ് എന്നവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവർക്ക് ഇനി വരുന്ന കാര്യങ്ങളിലൊക്കെ പിഴവ് സംഭവിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിനുള്ള ഇബാദത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ അറിവ് അത് നമ്മൾ നേടണം. ഈ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ അത് നമുക്ക് സാധിക്കും. അഞ്ചാമത്തെ ഒരു ശ്രേഷ്ഠത, 6 ഈമാൻ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടവരാണ് നാം. അതിലേറ്റവും അഫ്ളലായ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് അൽ ഈമാനു ബില്ലാഹ്. അൽ ഈമാനു ബില്ലാഹ് എന്നത് കേവലം ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വുജൂദും റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ വസിഫാത്തും ഇതൊക്കെ ഉൾക്കൊണ്ട, അതിൽ യഖീനുള്ള ദൃഢതയോടുകൂടി ഒരാൾ പറയണം. ഈമാൻ എന്നാൽ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കലുണ്ട്. വഅതിഖാദും ബിൽ ഖൽബ്, ഹൃദയത്തിൽ വിശ്വസിക്കണം. അതുപോലെ വഅമലും ബിൽ ജവാരിഹി വൽ അർക്കാൻ, ഇതിൻ്റെ ഒക്കെ പരിണിത ഫലമായി ജീവിതത്തിൽ കാണുകയും വേണം. ഇതൊരാൾക്ക് സാധിക്കുക ഇത് പഠിച്ചാൽ മാത്രമാണ്. ആറാമത്തെ കാര്യം, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ്, അഥവാ അവന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ചുള്ള അറിവ് എന്നത് അതാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അതാണ്. ഒരാൾക്ക് ശരിയായ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക എന്നത് ഈ പറഞ്ഞ അറിവ് വന്നു കിട്ടിയാലല്ലാതെ സാധിക്കുകയില്ല.
ഇതൊക്കെ നേരത്തെ ചുരുക്കി സൂചിപ്പിച്ചതാണ്. ഏഴാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് ഒരാൾ പഠിക്കുക എന്നത് തിജാറത്തുൻ റാബിഹ, ലാഭകരമായ കച്ചവടമാണ്. ഇതാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഒരാൾക്ക് ജീവിതത്തിൽ എല്ലാ സമാധാനവും ആശ്വാസവും എല്ലാ ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമാണ്. അതിലാണ് ഒരാളുടെ ഹൃദയം സമാധാനമടയുന്നത്. അള്ളാഹു പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾ സമാധാനമടയുന്നത്. ഏത് വിഷയം വരുമ്പോഴും ഒരാൾ തെറ്റ് സംഭവിച്ചു, അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തി, അള്ളാഹുവേ യാ ഗഫാർ എനിക്ക് പുറത്തു തരണേ, പ്രശ്നം കഴിഞ്ഞു, സമാധാനത്തിലായി. ഒരു ശത്രുവിനെ ഭയപ്പെടുന്നു, യാ ജബ്ബാർ, അള്ളാഹുവിൻ്റെ നാമം യാ ഖവി, ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ശക്തിയും പ്രതാപവും ഒക്കെ അറിയിക്കുന്ന നാമം വിളിച്ചൊരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ സമാധാനത്തിലായി. ഇങ്ങനെ ഏത് വിഷയത്തിലും ഏത് കാര്യത്തിലും ഒരാൾക്ക് സമാധാനവും ആശ്വാസവും ഒക്കെ ലഭിക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ പഠിക്കുക എന്നുള്ളത്. എട്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ പഠിക്കുക, അറിയുക എന്നത് ഒരാൾ കുഴപ്പങ്ങളിൽ, ഫിത്നകളിൽ, അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതിൽ നിന്ന് രക്ഷപ്പെടും. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് പഠിച്ചാൽ ഒരാളെ ശരിയായ പാതയിലേക്ക് അത് നയിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏത് വിഷയത്തിലും യഥാർത്ഥ പാത അവന് വ്യക്തമാകും, ബോധ്യപ്പെടും. സഹോദരങ്ങളെ, ഇതൊക്കെ വളരെ ചുരുക്കി പറഞ്ഞു എന്നു മാത്രം. ഇതൊക്കെ നമ്മൾ അസ്മാ വ സിഫാത്തിൻ്റെ വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ അസ്മാ ഉല്ലാഹിൽ ഹുസ്ന എന്നാണ് നമ്മൾ പറയുക. എന്താണ് അതിൻ്റെ അർത്ഥം? അസ്മാ എന്നത് ഇസ്മുൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. അസ്മാ ഉല്ലാഹ്, പേര്, പേരുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, പേരുകൾ. അൽ ഹുസ്ന, അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും നല്ലത്, അഥവാ പണ്ഡിതന്മാർ പറഞ്ഞു എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ. ഒരു നിലക്കും ഒരു ന്യൂനതയോ ഒരു കുറവോ ഒന്നും ഇല്ലാത്തതാണ്. ഏതവസ്ഥ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഏത് ഭാഗത്തുകൂടെ നോക്കിയാലും അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കാൾ ഉത്തമമായ ഒരു നാമം കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ 4ഓളം സ്ഥലങ്ങളിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണാം, ഖുൽ ഇദ്ഉല്ലാഹ് അവ ഇദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. അതുപോലെ സൂറത്തു ത്വാഹയിൽ കാണാം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. സൂറത്തുൽ ഹശ്റിൽ നമുക്ക് കാണാം, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. എന്ന 4ഓളം സ്ഥലങ്ങളിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് കേവലം നല്ലത്, ഏറ്റവും മുന്തിയത് എന്നത് എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. ഇത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നാമങ്ങൾക്കുള്ള വിശേഷണങ്ങൾക്കുള്ള പ്രത്യേകതയാണ്. മറ്റൊരു സൃഷ്ടിയുടെയും നാമങ്ങൾ, പേരുകൾ ഇതുപോലെയല്ല. ചില ആളുകൾ ആളുടെ പേരും ആളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലേ? ആളുടെ പേരും ആളും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ സ്വഭാവത്തിലായിരിക്കാം, ചിലപ്പോൾ നേർക്കുനേരെ ആയിരിക്കാം, പല രൂപത്തിലും. സൃഷ്ടികൾക്ക് അങ്ങനെയാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവോ ന്യൂനതയോ ഒരു വൈരുദ്ധ്യമോ ഒന്നും ഇല്ലാത്തതാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം അൽ ഹുസ്ന,
ഏറ്റവും അത്യുത്തമമാണ്, ഏറ്റവും മുന്തിയ നാമങ്ങളാണ്. അതുപോലെ അവൻ്റെ വിശേഷണങ്ങൾ, ആ നാമങ്ങളിൽ വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അസ്മാ വ സിഫാത്ത് എന്ന് പറയുന്നത്. എന്താണ് വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ? ഉദാഹരണത്തിന് അള്ളാഹു എന്ന നാമം നമ്മൾ വരും, അതിലടങ്ങിയ വിശേഷണം അൽ ഇലാഹ്, ആരാധ്യൻ, അത് വിശേഷണമാണ്. അർ റഹ്മാൻ എന്ന നാമത്തിൽ അടങ്ങിയ വിശേഷണം ഏതാണ്? അർ റഹ്മ, കാരുണ്യം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതേറ്റവും ഉത്തമമായതാണ്, അവൻ്റെ വിശേഷണങ്ങൾ അത്യുന്നതമാണ്. അസ്മാ ഉൽ ഹുസ്ന വസിഫാതുഹുൽ ഉല്യ എന്നാണ് പണ്ഡിതന്മാർ അതിനെ പറയാറുള്ളത്. ഈ വിഷയത്തിൽ സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഒരുപാട് കക്ഷികൾ പിഴച്ചുപോയിട്ടുണ്ട്. സ്വഹാബികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ, നല്ലവരായ ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അബദ്ധം സംഭവിച്ച ധാരാളം കക്ഷികൾ ഉടലെടുക്കുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് അൽ ജഹ്മിയ, ജഹ്മികൾ എന്ന് പറയപ്പെട്ട ആളുകൾ. അതുപോലെ തന്നെ അൽ മുഅ്തസില, മുഅ്തസിലികൾ. അതുപോലെ തന്നെ അൽ അശ്അരിയ, നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ്. അതുപോലെ അൽ മാതുരിദിയ. ഇങ്ങനെ തുടങ്ങി വലിയ വലിയ കക്ഷികൾ തന്നെ ഉടലെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചവരായിട്ട്. ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ച ആളുകളാണിവർ. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ അതിൽ നമ്മൾ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമുക്ക് അള്ളാഹുവിൻ്റെ ആദ്യത്തെ നാമത്തിലേക്ക് കടക്കാം. അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള നിലപാട്, അള്ളാഹു അവനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എന്തൊക്കെ പറഞ്ഞോ അത് അള്ളാഹുവിന് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് അതുപോലെ സ്ഥിരപ്പെടുത്തുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതിന് പണ്ഡിതന്മാർ 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ 4 രൂപത്തിലാവാൻ പാടില്ല. മിൻ ഗൈരി തഹരീഫിൻ. തഹരീഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മാറ്റിമറിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ നാമം, ആ നാമം എങ്ങനെ അള്ളാഹു പറഞ്ഞോ അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം. അതിലുള്ള വിശേഷണങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് മാറ്റിമറിക്കുന്നതിനാണ് എന്ത് പറയുക? തഹരീഫ് എന്ന് പറയുക. അതുപോലെ തന്നെ വലാ തഅ്തീൽ. തഅ്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കലാണ്. അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതിനാണ് തഅ്തീൽ എന്ന് പറയുക. അതും പാടില്ലാത്തതാണ്. വലാ തകീഫ്. തകീഫ് എന്ന് പറഞ്ഞാൽ രൂപം പറയുക, അള്ളാഹുവിന് രൂപം പറയുക, അത് പാടില്ലാത്തതാണ്. വലാ തംസീൽ. അള്ളാഹുവിന് മറ്റു വല്ല സൃഷ്ടിയെയും ഉപമിക്കൽ, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഉപമ പാടില്ല. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? തഹരീഫ് പാടില്ല. തഹരീഫ് എന്നാൽ മാറ്റിമറിക്കുക, അർത്ഥം ആശയം മാറ്റിമറിക്കുക. തഅ്തീൽ, എന്താണ് തഅ്തീൽ? നിഷേധിക്കുക. തകീഫ്, രൂപം പറയുക, കൈഫിയത്ത് പറയുക. തംസീൽ, ഉപമ പറയുക, എക്സാമ്പിൾ പറയുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഈ 4 രൂപം പാടില്ല. മറിച്ച് എങ്ങനെയാണോ ഖുർആനിൽ വന്നത്, എങ്ങനെയാണോ ഹദീസിൽ വന്നത്, അതങ്ങനെ തന്നെ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ ഈ രൂപത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ച് അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും. ഞാൻ ഈ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ ഇത് ഈ വിഷയത്തിലുള്ള ചില അടിത്തറകളാണ്. ഇതും ഇതല്ലാത്തതും ഒരുപാടുണ്ട്. പറഞ്ഞാൽ നമ്മുടെ ഇദ്രാക്ക് നഷ്ടപ്പെട്ടു എന്നൊരു പേടി കൊണ്ടാണ് കൂടുതൽ വായിക്കാത്തത്. ഇദ്രാക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും, ചില മനസ്സിലാവില്ല.
അസ്മാ വ സിഫാത്ത് എന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ എന്നത് അത് തുടക്കത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയില്ല. അതിലെ കായികകളും അതിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. അത് വീണ്ടും ഒരിക്കൽ കൂടി കേട്ടു നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. ആവർത്തിച്ച് മനസ്സിലാവുന്നത് വരെ നമ്മൾ കേട്ടു നോക്കി ബോധ്യപ്പെടും. അത് മനസ്സിലായാൽ പിന്നെ അതിനേക്കാൾ മധുരമുള്ള മറ്റൊരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞില്ലേ, ജീവിതം മാറി മറിയും. അഥവാ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളായി തീരേണ്ടത് എന്ന് നമുക്കത് പഠിപ്പിച്ചു തരും. ഇത് പഠിക്കൽ അല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല അത് കിട്ടണമെങ്കിൽ. അപ്പോഴാണ് നമ്മൾ ദുനിയാവിലെ സ്വർഗത്തിലാവുക. ദുനിയാവിലൊരു സ്വർഗമുണ്ട്. എന്താണ്? അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിക്കലാണോ? ഒരു കയ്യും കണക്കില്ലാതെ ഒരു കൺട്രോളും ഇല്ലാതെ തോന്നിയതുപോലെ ജീവിക്കലാണോ ദുനിയാവിലെ സ്വർഗം? ഒരിക്കലുമല്ല. അങ്ങനെ ആരും ദുനിയാവിലെ സ്വർഗത്തിൽ ജീവിച്ചു പോയിട്ടില്ല. നോക്കിയേ, ഏത് തമ്മാടി ആയാലും കുറേ കുടിച്ചു കഴിഞ്ഞാലും ഒരു രോഗിയാവും, അവന് ബോധം കെട്ട് മറിഞ്ഞു പോവും. ഏത് ദുനിയാവിൽ ഏത് ഹറാമിൽ ചെന്നുപെട്ട ആളുകളെ നോക്കും, കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് പ്രയാസമായിട്ട് തീരും. അതല്ല ദുനിയാവിലെ സ്വർഗം. ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ് അള്ളാഹുവിനെ മനസ്സിലാക്കി അവനോടുള്ള മഹബത്ത്, അവനോടുള്ള സ്നേഹം, ഇതൊക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ദുനിയാവിലെ സ്വർഗം. അതിലേക്ക് നമ്മൾ എത്തിക്കുന്ന കാര്യമാണ് ഈ അറിവ് എന്നുള്ളത്. തുടക്കത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അത് മനസ്സിലായാൽ നമ്മൾ ആ ഒരു ദർജയിൽ എത്തും ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് ഇത്രയാണ്, അഥവാ ഇത്ര നാമങ്ങൾ മാത്രമേ അള്ളാഹുവിനുള്ളൂ എന്നത് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന് ഇത്ര നാമങ്ങളെ ഉള്ളൂ എന്നത് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് ഹദീസിൽ വന്ന ഒരു പ്രയോഗം, ഇന്ന ലില്ലാഹി തിസ്അത വ തിസ്ഈന ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ. തീർച്ചയായും അള്ളാഹുവിന് 99 100 കുറവ് എന്ന നാമങ്ങളുണ്ട്. 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. ഇത് അത്രയേ ഉള്ളൂ എന്നൊരിക്കലും അറിയിക്കുന്നില്ല. മറിച്ച് 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. ഫമൻ അഹ്സാഹ ദഖലൽ ജന്ന. ആ നാമങ്ങൾ ആര് ഇഹ്സാ ചെയ്തുവോ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്താണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ? ആദ്യം അത് പഠിക്കലാണ്, ഇതുപോലെ കേട്ട് പഠിക്കൽ. പിന്നീട് അത് ഹിഫ്ളാക്കൽ, മനപ്പാടമാക്കൽ. പിന്നെയോ അത് മുഖേന അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കൽ. പിന്നെയോ അള്ളാഹു അവൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൽ. നേരത്തെ പറഞ്ഞതുപോലെ തിന്മകളിലേക്ക് മാടി വിളിക്കപ്പെടുമ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, അത് എവിടെ നിന്ന് കിട്ടുന്ന? അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ കിട്ടുന്നതാണ്. ദുആ ചെയ്യണം, യാ റഹ്മാൻ യാ റഹീം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ചാലാണ് അത് കിട്ടുക. അപ്പൊ അത് ഒരാൾ ഇഹ്സാ ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ അത്രയേ ഉള്ളൂ എന്നതൊരിക്കലും അതുകൊണ്ട് നിയമമാക്കപ്പെടുന്നില്ല. കാരണം മറ്റൊരു ഹദീസിൽ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക. അള്ളാഹുവേ, നീ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ മറച്ചു വച്ച നിന്റെ നാമങ്ങൾ മുഖേന ഞാൻ നിന്നോട് ചോദിക്കുന്നു. സുദീർഘമായൊരു പ്രാർത്ഥനയാണിത്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത് അള്ളാഹുവിന് നമുക്കറിയിച്ചു തന്ന നാമങ്ങൾക്ക് പുറമെ വേറെയും നാമങ്ങളുണ്ട്. നമുക്കത് മാത്രമേ അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ളൂ, അത് മാത്രമേ നമുക്ക് പഠിക്കാനും സാധിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക, ഇത് മാത്രമേ ഉള്ളൂ എന്നതല്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുക, 99 നാമങ്ങൾ അത് കോർത്തിണക്കിക്കൊണ്ട് 1 മുതൽ 99 വരെ കൃത്യമായി വ്യക്തമായി ഹദീസിൽ സ്വഹീഹായി വന്നിട്ടില്ല. അള്ളാഹു
അർ-റഹ്മാൻ, അർ-റഹീം എന്ന് തുടങ്ങി 99 നാമങ്ങൾ കൃത്യമായി 1 മുതൽ 99 വരെ കോർത്തിണക്കിക്കൊണ്ട് ഓർഡറിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ദുർബലതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു തന്നു എന്ന ഹദീസ് എന്തല്ല, സ്ഥിരപ്പെട്ടതല്ല. മറിച്ച് ഖുർആനിലും സുന്നത്തിലും വന്ന നാമങ്ങൾ ഒരുമിപ്പിച്ചു. അങ്ങനെ 99 നാമങ്ങൾ എന്നത് നമുക്ക് കാണാം. അതുപോലെ ഈ വിഷയത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ച ധാരാളം ആളുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ചില ആളുകൾ ഈ നാമങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഒക്കെ തങ്ങളുടെ ദിക്റിന്റെ കൂട്ടത്തിൽ കൂട്ടും. അസ്മാഉൽ ഹുസ്ന പ്രത്യേകമായി ചൊല്ലുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു അസ്മാഉൽ ഹുസ്ന രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇന്ന നാമം, ഒരു നാമം അത് രാവിലെ ഇത്ര ചൊല്ല, വൈകുന്നേരം ഇത്ര ചൊല്ല, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഉണ്ടാക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരിയല്ല. അത് ഈ വിഷയത്തിൽ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധമാണ്. ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതിലൂടെ അയാൾ 2 അപകടത്തിലാണ് വീണിട്ടുള്ളത്. ഒന്ന്, അയാൾ ചെയ്യുന്നത് ബിദ്അത്താണ് എന്ന വലിയ അപകടത്തിൽ അയാൾ അകപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തത്, ഇങ്ങനെ ഇല്ലാത്ത ബിദ്അത്ത് ചെയ്യലോടുകൂടി ശരിയായ ദിക്റുകൾ അയാൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു രോഗം വന്നു, വേദന വന്നു, പ്രയാസം വന്നു, ബുദ്ധിമുട്ടുകൾ വന്നു, രാവിലെ ചൊല്ലേണ്ട വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ, അങ്ങനെയുള്ള ദിക്റുകൾ ഹദീസിൽ സഹീഹായി വന്നിട്ടുണ്ട്. അതൊക്കെ അയാൾ മാറ്റിവെക്കും. എന്നിട്ടാണ് ഇത് സ്വീകരിക്കുക. അങ്ങനെ വലിയ 2 അബദ്ധങ്ങളിൽ ഇത്തരം ആളുകൾ അകപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന അത് വാഹനങ്ങളിലും വീടുകളിലും ഒക്കെ തൂക്കിയിടാറുണ്ട് ബറക്കത്തിനു വേണ്ടി. ഇത് ശരിയല്ല. അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതല്ല. അത് ശരിയല്ല. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ആ ഉദ്ദേശത്തിൽ അങ്ങനെ തൂക്കുകയാണെങ്കിൽ അയാൾ ഏലസ് കെട്ടിയതുപോലെയാണ്, ഉറുക്കും ഏലസും കെട്ടിയതുപോലെയാണ്. അത്രയും അപകടമാണ് അക്കാര്യം. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ ഭംഗിക്ക് വേണ്ടി വീടിൻ്റെ ചുമരുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ നാമങ്ങൾ ഒട്ടിച്ചു വെക്കാറുണ്ട്, ഫ്രെയിം ചെയ്തു വെക്കാറുണ്ട്. അങ്ങനെ ഒരു ഭംഗിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അലങ്കാരത്തിനോ വേണ്ടിയല്ല അള്ളാഹു ഇത് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അത് അബദ്ധമാണ്, തെറ്റാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ഈ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിൽ അവർക്ക് സംഭവിച്ച അബദ്ധത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അബ്ദു കൂട്ടാതെ ചിലപ്പോൾ പേര് വെക്കും അല്ലെങ്കിൽ വിളിക്കും. ചില നാമങ്ങൾ അബ്ദു കൂട്ടിയിട്ടേ വിളിക്കാൻ പാടുള്ളൂ. ഇപ്പൊ അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അങ്ങനെയുള്ള നാമങ്ങൾ. എത്രത്തോളം ഷിയാക്കൾക്കിടയിൽ ഒരു സമ്പ്രദായമുണ്ട്. അവരിലെ വലിയ വലിയ ആളുകളുടെ പേരിൽ അബ്ദു വെച്ച് പേരിടുക. അബ്ദുൽ ഹുസൈൻ എന്ന് അവരിൽ ചിലർ പേര് വെച്ചതായി കാണാം, വലിയ നേതാക്കന്മാർ വരെ. എന്താണ് അതിൻ്റെ അർത്ഥം? ഹുസൈൻ്റെ അടിമ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അത് ആളുകൾക്ക് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള അബദ്ധങ്ങളാണ്. വേറെയും ധാരാളം അബദ്ധങ്ങൾ ആളുകൾക്കിടയിൽ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇതൊക്കെ അസ്മാഉൽ ഹുസ്ന എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമികമായ ചില അറിവുകൾ മാത്രമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ പഠിച്ചു പൂർത്തീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ 1ാമത്തെ നാമം അള്ളാഹു എന്നതാണ്. അള്ളാഹു എന്ന നാമം, ഇതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തരമായ നാമം എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു, അർ-റബ്ബ്, അർ-റഹ്മാൻ, ഈ 3 നാമങ്ങൾക്കും പ്രത്യേകമായ ചില ശ്രേഷ്ഠതകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ 3 നാമങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് ബാക്കിയുള്ള നാമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വരുന്നത് എന്നുവരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും 1ാമത്തെ നാമം അല്ലാഹു, അൽ ഇലാഹ്. അള്ളാഹു എന്നത് ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തരമായ നാമമാണത്. അള്ളാഹുവിൻ്റെ
എല്ലാ നാമങ്ങളുടെയും അടിസ്ഥാനം ഈ ഒരു നാമമാണ്. ഖുർആനിൽ കാണാം, വലില്ലാഹി അൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്. ആദ്യം എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ, മറ്റുള്ള നാമങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ആദ്യം എന്ത് പറയും? അള്ളാഹു ഇന്ന ഇന്ന പോലെ എന്ന് അള്ളാഹു പറയും. ഇതാണ് അടിസ്ഥാനപരമായ അള്ളാഹുവിൻ്റെ ഏറ്റവും ആദ്യത്തെ പേര്. അതുപോലെ ഈ നാമത്തിനുള്ള പ്രത്യേകത എന്താണ്? അള്ളാഹു എന്ന നാമത്തിനുള്ള പ്രത്യേകത, എല്ലാ നാമങ്ങളും ഇതിലേക്കാണ് മടങ്ങുന്നത്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ. കണ്ടില്ലേ? അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ല, അവൻ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അള്ളാഹു ഖാലിഖാണ്, അൽ ബാരി ആണ്, മുസവ്വിറാണ്. മുസവ്വിർ അള്ളാഹു ആണ്. തിരിച്ചു പറയോ? ഇല്ല. എല്ലാ നാമങ്ങളും അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്, ഈ നാമത്തിലേക്കാണ് മടങ്ങുന്നത്. അതുപോലെ ഈ നാമത്തിന്റെ പേരാണ്, അതുപോലെ ഈ നാമത്തിന്റെ പ്രത്യേകതയാണ് എന്ത്? ഒരു സന്ദർഭത്തിലും അള്ളാഹു എന്ന നാമം എഴുതുമ്പോൾ നമുക്കറിയാം അതിൽ അലിഫ്ലാം ഉണ്ടാകും. അള്ളാഹു എന്ന നാമം എഴുതുമ്പോൾ അൽ അലിഫ് വല്ലാം അതിലുണ്ടാകും. ഒരു സന്ദർഭത്തിലും അത് ഒഴിവാവുകയില്ല. അറബി ഭാഷാ നിയമപ്രകാരം യാ എന്ന നിദാഇന്റെ വാക്ക്, അഥവാ വിളിക്കാനാണ് എന്ത് ഉപയോഗിക്കുക? യാ ഉപയോഗിക്കാം. യാ മുഹമ്മദ് എന്ന് വിളിക്കണില്ലേ? എന്നാൽ യാ അള്ളാഹ് എന്ന് വിളിക്കുമ്പോൾ അലിഫ്ലാം അവിടെ ഒഴിവാവുകയില്ല. അത് ഈ നാമത്തിന്റെ പ്രത്യേകതയാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ നാമത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എല്ലാ ദിക്റുകളും, ബഹുഭൂരിപക്ഷം വരുന്ന ദിക്റുകൾ, അതിലൊക്കെ ഈ നാമം നമുക്ക് കാണാം. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ നാമം അതിൽ നമുക്ക് കാണാം. അള്ളാഹു എന്ന നാമമില്ലാത്ത ദിക്റുണ്ടോ? വളരെ അപൂർവമാണ്. എല്ലാ ദിക്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ നാമം നമുക്ക് കാണാം. അതുപോലെ ഈ നാമത്തിന്റെ പ്രത്യേകതയാണ്, പരിശുദ്ധ ഖുർആനിൽ 2200-ലധികം അള്ളാഹു ഈ നാമം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്ന പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുപോലെ ഈ നാമത്തിന്റെ പ്രത്യേകതയാണ് ഇതിലടങ്ങിയ വിശേഷണം അൽ ഇലാഹ്. എന്താണ് അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ? ആരാധ്യൻ എന്നാണ് അർത്ഥം. എന്താണ് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എന്ന് പറഞ്ഞാൽ ദുൽ ഉലൂഹിയ്യതി വൽ ഉബൂദിയ്യതി അലാ ഖൽഖിഹി അജ്മഈൻ. ഇതാണ് അള്ളാഹു എന്ന നാമത്തിന്റെ, അൽ ഇലാഹ് എന്ന നാമത്തിന്റെ അർത്ഥം. അള്ളാഹു അവൻ ദുൽ ഉലൂഹിയ്യ, ഉലൂഹിയത്തുള്ളവനാണ്, വൽ ഉബൂദിയ, ഉബൂദിയത്തുള്ളവനാണ്, അലാ ഖൽഖിഹി അജ്മഈൻ, അവന്റെ സർവ സൃഷ്ടികളുടെയും മേൽ, അഥവാ എല്ലാ സൃഷ്ടികളുടെയും മേൽ ആരാധനക്കർഹതയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാവരും അള്ളാഹുവിനെ ഇലാഹായി, അവന്റെ അടിമകളായിരിക്കണം എല്ലാവരും. ഇതറിയിക്കുന്ന നാമമാണ് അള്ളാഹു എന്ന നാമം. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു എന്ന നാമവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അള്ളാഹ് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഇതിലേക്കുള്ള നമുക്കുള്ള ഒരു വാതിലാണത്. ആ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലേ, മനസ്സിലായാലേ ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നത് നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവൻ്റെ ദീൻ കൃത്യമായി പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മേവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ സത്യവിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ.
അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.